ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല നാടൻ 2 വിഭവങ്ങളാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അതിലൊന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ചക്കക്കുരു മുരിങ്ങയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്, പിന്നെ ഒരു മീൻ കറി. അപ്പോൾ ആ മീൻ കറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും ചെറിയുള്ളിയും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതിൽ നമ്മൾ വലിയ ജീരകം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ഉലുവയും വലിയ ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ച് അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും അരച്ചത് ഇട്ട് കൊടുക്കുക. മീൻ കറി പല രീതിയിൽ ഉണ്ടാക്കില്ല നമ്മൾ, പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാട്ടോ. സിമ്പിളാണേനും. ഇതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ഇഞ്ചി ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കണം, അതിൻ്റെ ഒരു മണം വേറെ കേട്ടോ. മീൻ കറിക്ക് എന്തായാലും പച്ചമുളക് ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ചേർക്കണില്ല. പിന്നെ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചതും കൂടിയും ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഈ പുളി ഒന്ന് തിളച്ചിറങ്ങി വരും വേണം. ഈ മസാലകളൊന്ന് വെന്ത് കിട്ടണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് മൂടി വെക്കാം. ഇനി വെള്ളം പറ്റിയിട്ട് പകുതി ആകുമ്പോഴാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലെ കുട്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഇഞ്ചിയും വലിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് മീനിൻ്റെ ടേസ്റ്റ് ഉണ്ട് കളയും. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടോ അടിപൊളിയാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് അടിപൊളി എന്ന് പറയില്ല, പക്ഷേ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മുരിങ്ങൻ്റെ ഇലയാണ്. അപ്പോൾ മുരിങ്ങൻ്റെ ഇലയൊക്കെ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മകളാണ് ഇത് ഊരി വെച്ചിരിക്കുന്നത്, അതിനാൽ എനിക്ക് 2ാം പണിയായിട്ടോ. അവളിങ്ങനെ ഊരാനൊരു കാരണമുണ്ട്. അവളെ കൈ മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിൽ പെട്ടിട്ട്, ഇടത്തെ കൈയിൻ്റെ ചൂണ്ടൻ വിരൽ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് മുറിയായിട്ടോ. അത് 1 മാസത്തോളം അതുകൊണ്ട് കടന്ന് കഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഊരി തന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയത്. അതിപ്പോൾ ചെറിയ ഇരട്ടിപ്പണിയായി. പിന്നെ നമ്മളിതാ ചക്കക്കുരുവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നന്നാക്കിയിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. ഇത് ചെറിയ കുരു ആയതുകൊണ്ട് തന്നെ കുറേ നേരം വേണം നന്നാക്കി എടുക്കാനുള്ളൊരു പണിയാട്ടോ. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ചക്കയും ചക്കക്കുരും. എന്നാലും അത് രണ്ടും നന്നാക്കി എടുക്കുന്നത് ഭയങ്കര ഇടങ്ങേറുമാണ്. ഇത് നമ്മളെ പ്ലായിലുണ്ടായ ചക്ക തന്നെയാണ്. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായതാട്ടോ. ചെറിയ ചെറിയ ചക്കകളി താഴത്തുനിന്ന് കിട്ടുന്നതാട്ടോ. മുകളിൽ നല്ല വലിയ ചക്കയൊക്കെ ഉണ്ടായിട്ടൊക്കെ വീണ് പോയി. പക്ഷെ അടിയിലുള്ള 2-3 ചെറിയ ഉരുളകൾ കിട്ടിയിട്ട് അതിൻ്റെയാണ് കേട്ടോ ഇത്. അത് നല്ല പാല് പോലെ വേവുന്ന ചക്കക്കുരാണ് കേട്ടത്. പിന്നെ നമുക്ക് അതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം. അപ്പം അതിന് തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പം ഞാൻ ചക്കക്കുരു കുക്കറിലിട്ടിട്ട് വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ടോ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ല തോന്നുകയാണെങ്കിൽ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. 4 വിസിൽ വെച്ചെടുത്തതാണ്. പക്ഷെ ചക്കക്കുരു വെന്താൽ ഒരു വെള്ളത്തിനൊരു നിറം, കറുപ്പ് നിറമായിരിക്കില്ലേ? അത് നിങ്ങളൊക്കെ വെക്കുമ്പോൾ അങ്ങനെ തന്നെയാണോ? അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിക്കണമെന്ന് തോന്നണേ അല്ല അല്ലേ. ഒന്നാമത് ഇവിടുത്തെ മഞ്ഞൾപ്പൊടിക്ക് നിറമല്ല കേട്ടോ. വേണമെങ്കിൽ ഇതുപോലെ കുറച്ചൊന്നാണ്ട് ഉടച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ബാക്കി വെള്ളം കൂടി ആണ്ട് ചേർത്ത് കൊടുക്കുക. കുക്കറിലുള്ളത് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം തന്നെ ചേർക്കണുള്ളൂ, വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കണില്ല. ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ അരക്കാതെയാണ് വെക്കുന്നതെങ്കിൽ 2 പച്ചമുളക് ആ മഞ്ഞപ്പൊടിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് വേവിച്ച്, ആ മഞ്ഞപ്പൊടി പോലും ഇടണ്ട കേട്ടോ. വെറും പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ മുരിങ്ങൻ്റെ ഇല ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് താളിച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. മുരിങ്ങൻ്റെ കൊമ്പും കോലൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം എൻ്റെ പോലെ ചക്കക്കുരു മുരിങ്ങൻ്റെ ഇല ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലേ ചക്ക. അതുപോലെ തന്നെ ചക്കക്കുരു, പിന്നെ മുരിങ്ങൻ്റെ ഇല പറയും വേണ്ടല്ലോ അല്ലേ. ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ തന്നെ നമ്മൾ തേങ്ങ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കറി തിളച്ചും കൊണ്ടിരിക്കുകയാണ്. മുരിങ്ങ വെന്തിട്ട് തേങ്ങ ഒഴിച്ചുമ്പോഴത്തേന് പിന്നെ തേങ്ങ തിളക്കാൻ നിൽക്കുമ്പോൾ മുരിങ്ങ ഒന്നും കൂടിയും വേകും. കൂടുതൽ വെന്താൽ മുരിങ്ങ കഴിച്ചു കേട്ടോ. മുരിങ്ങൻ്റെ ഈ കളറ് മാറാതെ തന്നെ ഇത് നമ്മൾ കറി ഇറക്കി വെക്കണം. അപ്പോൾ ഒരു തള വരുമ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം.
അപ്പോൾ നമ്മളെ മുരിങ്ങൻ്റെ ഇലയും തേങ്ങയും കൂടി ചെറുതായിട്ട് തള വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മളിതാ കറിയൊക്കെ ഒന്ന് തള വന്നിട്ടുണ്ട്. ഇനി ഇറക്കി വെക്കാം. ഇപ്പോൾ കണ്ടോ, മുരിങ്ങൻ്റെ ഇലയുടെ കളറൊന്നും മാറിയിട്ടില്ല. അത് വിചാരിച്ചിട്ട് വേകാതിരിക്കൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ ചട്ടിയിലിരുന്നാൽ ഒന്നും കൂടിയും വേകും. ഞാൻ ഈ ചട്ടിയിൽ നിന്നും ഇനി മാറ്റി വെക്കും, വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കും. ഇപ്പോൾ ചെറിയ ഉള്ളി, ഉണക്കമുളകും കടുകൊക്കെ ഇട്ട് താളിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഒരു മാന്തളിൻ്റെ പൊട്ടും കൂടിയും വേണം കേട്ടോ, ഉണക്കമീൻ. അപ്പോൾ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നമ്മളെ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ചക്കയും ചക്കക്കുരൊക്കെ ഉള്ളവർക്കേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് പറ്റൂല. ചക്കയുടെ കാലം കഴിഞ്ഞല്ലോ അല്ലേ, മഴക്കാലം കഴിഞ്ഞു, ചക്കൻ്റെ കാലവും കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത് നമ്മളിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.